അതുകൊണ്ടാണ് ഇന്ത്യയുടെ സമ്പത്തിന്റെ 70% 1% വരുന്ന ഇന്ത്യക്കാരുടെ കയ്യിലേക്ക് വരുമ്പോൾ 99% വരുന്ന ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയുടെ കയ്യിൽ വെറും 30% സമ്പത്തേ ഉള്ളൂ എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന സത്യം നാം മനസ്സിലാവുന്നത്. ആ നിലയിൽ ഇന്ത്യ പോകുമ്പോൾ എവിടെയാണ് ഭരണം? ജനാധിപത്യത്തിന്റെ പേരിൽ ഇങ്ങനെ കുറുക്കു വഴിയിലൂടെ മതം പറഞ്ഞ, വർഗീയത പറഞ്ഞ, അതേപോലെ ജാതി പറഞ്ഞൊക്കെ അധികാരത്തിൽ കയറിയിട്ട് ഇന്ത്യയുടെ സമ്പത്ത് ഞാനും നിങ്ങളും ഈ രാജ്യത്തിന്റെ 130 കോടിയോളം വരുന്ന ജനങ്ങളുടെ പൊതുസ്വത്ത് അത് കൈയിട്ട് മാറിക്കൊണ്ട് ആദാനിക്കും അംബാനിക്കും അങ്ങ് തീരെഴുതി കൊടുക്കുന്ന, അവരുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഏജന്റുമാരായിട്ടാണ് ഇക്കാലം അത്രയും രാജ്യം ഭരിച്ചവർ മാറിയത്. ഏറ്റവും കൂടുതൽ ഇന്ത്യ ഭരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ്. നമുക്കറിയാം 45 വർഷം ഇന്ത്യ ഭരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ അവരെ അഴിമതിക്കാരാണെന്നും അവർ കുഴപ്പക്കാരാണെന്നും ഇന്ത്യയെ കൊള്ളയടിക്കുന്നവരാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു. ആ ഭാരതീയ ജനതാ പാർട്ടികൾ ഇപ്പൊ ചെയ്യുന്ന എന്താണ്? ഇന്ത്യയുടെ ട്രെയിൻ വിൽക്കുന്നു, റെയിൽവേ സ്റ്റേഷൻ വിൽക്കുന്നു, വിമാനത്താവളം വിൽക്കുന്നു. ഇപ്പോ ഇനി നാളുകളിൽ ഇന്ത്യയിലെ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവന്റെ പോലും അവന്റെ മടിക്കുത്തിന് പോലും വിലപേശിക്കൊണ്ട് കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്ന തരത്തിലേക്ക് മാറുകയാണ്. എല്ലാം സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്നു, എല്ലാം കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്നു. ഇന്ത്യയുടെ വിഭവങ്ങൾ, ഇന്ത്യയുടെ സമ്പത്ത്, ഈ രാജ്യത്തിന് 130 കോടിയോളം വരുന്ന ജനങ്ങൾ അനുഭവിക്കേണ്ട സമ്പത്ത് ടാറ്റ, ബിർള, അംബാനി, അദാനി പോലെയുള്ള, വിജയ് മല്യ പോലെയുള്ള അവർക്ക് സുഖിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു. ആ സുഖിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ദാഹിക്കുമ്പോൾ കുടിക്കുവാൻ ഒരിറ്റ് ശുദ്ധജലമില്ലാതെ ഈ ഇന്ത്യയിൽ മലിനജലം കുടിക്കുന്ന അനേകായിരം പേരുണ്ട്. അവരുടെ പ്രശ്നം പരിഹരിക്കുവാൻ ഇന്ത്യയിൽ ഒരു സർക്കാരിനും കഴിയുന്നില്ല. എന്താണ്? മാറി മാറി വരുന്ന കോൺഗ്രസും അതേപോലെ ഭാരതീയ ജനതാ പാർട്ടിയും മത്സരിക്കുകയാണ് അഴിമതിയുടെ കാര്യത്തിൽ. 45 വർഷം കൊണ്ട് കോൺഗ്രസ് ഇന്ത്യയെ കുത്തുവാള എടുപ്പിച്ചെങ്കിൽ ആ കുത്തുവാള എടുപ്പിച്ച കോൺഗ്രസിനെ കവച്ചു വെച്ചുകൊണ്ട് 4 വർഷം കൊണ്ട് അവരെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അഴിമതി നടത്തിയ ബില്ലാളി വീരന്മാരാണ് ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്നത്. അങ്ങനെ ഇന്ത്യ ഭരിക്കുമ്പോൾ അവർ പറയുന്നു, നിങ്ങൾ ഇന്ത്യയുടെ പട്ടിണി മാറ്റുന്ന പ്രശ്നം ഇവിടെ പറയരുത്, അതേപോലെ സ്വാതന്ത്ര്യത്തിന്റെ കാര്യം പറയല്ലേ, നിങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കാര്യം പറയല്ലേ. നിങ്ങൾ എന്ത് ചിന്തിക്കണം, നിങ്ങൾ എന്തെടുക്കണം, എന്ത് വേഷം ധരിക്കണം, എന്ത് പറയണം, എങ്ങനെ നടക്കണമെന്ന് പറയുന്നത് ഞങ്ങളാണ്. അത് പറയാനുള്ള അധികാരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലെ 130 കോടി വരുന്ന ജനങ്ങളെ നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ അടിമകളാണ്. ആ അടിമകൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമില്ല എന്നുള്ള നിലയിൽ ഓരോ നിയമവും മാറി മാറി ഇവിടെ കൊണ്ടുവരുന്നു. പൗരത്വ നിയമം നമ്മൾ കണ്ടതാണ്. അതേപോലെ നിരവധി നിയമങ്ങൾ, അയോധ്യയുടെ കാര്യം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വന്ന സാമ്പത്തികമായി കൊണ്ടുവന്ന സംവരണമുണ്ടല്ലോ, ഇതൊക്കെ നാം കണ്ടതാണ്. ഈ പദ്ധതികളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ ബേസിക് സ്ട്രക്ചറിനെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് അതിനെ അട്ടിമറിച്ചു കൊണ്ടുവരുന്നു. ഇവിടെ എന്താണ് ഇവിടെ പറയുന്ന സാമ്പത്തിക സംവരണം? മുന്നോക്ക വിഭാഗങ്ങൾക്ക് സാമ്പത്തിക സംവരണം അത് കൊടുക്കേണ്ടതാണെന്ന് പറയുന്നു. എന്താ? മുന്നോക്ക വിഭാഗങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടന നടപ്പിൽ വരുത്തുമ്പോൾ അത് ആ ഭരണഘടനയിൽ പറയുന്നത് സംവരണം എന്ന് പറയുന്നത് അത് ഇന്ത്യയിലെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പദ്ധതിയല്ല. ഇന്ത്യയുടെ സമ്പത്ത് ഏകീകരിക്കുവാൻ, സമ്പത്തിൽ സമത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയല്ല സംവരണം എന്ന് പറയുന്നത്. ഇന്നലകളിൽ ഈ രാജ്യത്ത് വിദ്യാഭ്യാസം ലഭിക്കാതെ സാമൂഹ്യമായി പിന്നോക്കം നിന്നവർ, ഈ രാജ്യത്തിൽ പങ്കാളിത്തമില്ലാതെ, അധികാരത്തിൽ പങ്കാളിത്തമില്ലാതെ, തൊഴിൽ പങ്കാളിത്തമില്ലാതെ, വിഭവങ്ങളിൽ പങ്കാളിത്തമില്ലായിരുന്ന ഇന്നലകൾ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗങ്ങൾ സർവ്വ മേഖലയിൽ നിന്നും സമസ്ത മേഖലയിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് അധികാരം കൊടുക്കാതെ, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാതെ, അവർക്ക് സമ്പത്ത് കൊടുക്കാതെ മാറ്റി നിർത്തിയവരെ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സംവരണമെങ്കിൽ ആ പദ്ധതിയെ ഇന്ന് സാമ്പത്തികം കൊണ്ടുവന്ന് അളക്കുവാൻ ശ്രമിക്കുന്നു. അങ്ങനെ സംവരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇന്ന് കേന്ദ്രത്തിൽ നിയമം പാസാക്കി. ആ നിയമം പാസാക്കി ഇന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ മുന്നിലിരിക്കുകയാണ്. സുപ്രീം കോടതി അതിന്റെ മേലെ അടയിരിക്കുകയാണ്. ഒരഭിപ്രായവും പറയുന്നില്ല. എന്താണ്? അതിന് ചുവട് പിടിച്ചുകൊണ്ട് ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരള സർക്കാർ, ഇടതുപക്ഷ സർക്കാർ ഇവിടെയും അത് നടപ്പിലാക്കുവാൻ വിജ്ഞാനം പുറപ്പെടുവിച്ചപ്പോൾ നമ്മൾ അറിയേണ്ടത്, നമ്മളെല്ലാം മനസ്സിലാക്കുന്നത് ഈ കേരളത്തിലെ ഈ രാജ്യത്തെ തന്നെ പിന്നോക്കക്കാരന്റെ മണ്ണിൽ പണിയെടുക്കുന്നവന്റെ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാണെന്ന് പറയുന്ന ആ പാർട്ടി ഭരിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ പിന്നോക്കക്കാരനെയും ദളിതരെയും ആദിവാസിയും ഒക്കെ കബളിപ്പിക്കുന്ന, വഞ്ചിക്കുന്ന ഒരു നയമാണ് അവർ നടപ്പിലാക്കിയത്. എന്താണ്? ഇവിടെ സാമ്പത്തിക സംവരണം കൊണ്ടുവന്നിട്ട് പറയുന്നു, സാമ്പത്തിക സംവരണം അനിവാര്യമാണ്.
എന്താണ് ആ സാമ്പത്തിക സംവരണം കിട്ടാനുള്ള മാനദണ്ഡം? എന്താണ്? മുന്നോക്ക വിഭാഗങ്ങളിൽ ഒരാൾക്ക് കോർപ്പറേഷനിൽ 1/2 ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ അയാൾ സാമ്പത്തിക സംവരണത്തിന് അർഹനാണ്. അതേപോലെ നഗരസഭയിൽ 3/4 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ അയാളും സാമ്പത്തിക സംവരണത്തിന് അർഹനാണ്. പഞ്ചായത്തിൽ 2.5 ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ അയാളും സാമ്പത്തിക സംവരണത്തിന് അർഹനാണ്. വീടിന്റെ സ്ക്വയർ ഫീറ്റ് കേരളത്തിൽ പറയുന്നേയില്ല. എത്ര ബഹുനില കെട്ടിടമായാലും 5000 സ്ക്വയർ ഫീറ്റിൽ വീട് വെക്കുന്നവനും സാമ്പത്തിക സംവരണത്തിന് അർഹനാണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു കോർപ്പറേഷൻ 2 സെന്റിൽ കൂടുതലുള്ളവന് സാമ്പത്തിക സംവരണം കൊടുക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ കേരളത്തിൽ പറയുന്നു അത് 1/2 ഏക്കർ വരെ കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 5-10 കോടി രൂപയുടെ ആസ്തിയുള്ളവർക്ക് പോലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഉദ്യോഗത്തിലും വിദ്യാഭ്യാസ മേഖലയിലും സംവരണം കൊടുത്തുകൊണ്ട് അവരെ ഊട്ടാനും അവരെ മുന്നോട്ട് കൊണ്ടുവരാനും ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള പിന്നോക്കക്കാർക്ക് അവരുടെ കുട്ടികൾക്ക് അവർക്ക് വികസനത്തിന്റെ കാര്യത്തിൽ പുരോഗതി കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നലകളിൽ നമുക്കറിയാം പിന്നോക്ക വികസന കോർപ്പറേഷൻ കൊണ്ടുവന്നു കേരളത്തിൽ. ആ പിന്നോക്ക വികസന കോർപ്പറേഷൻ ഉണ്ട്. എന്താണ്? സാമ്പത്തികമായി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നോക്ക വികസന കോർപ്പറേഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. അതേപോലെ നമുക്കറിയാം അവശ ക്രൈസ്തവർക്ക് അവരുടെ പുരോഗതി കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കേരളത്തിൽ കോർപ്പറേഷൻ ഉണ്ട്. അതേപോലെ ആദിവാസികൾക്കും അതേപോലെ പട്ടികജാതിക്കാർക്കും അവരുടെ സാമ്പത്തികമായി അവർക്ക് മുന്നോക്കം വരുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ നമുക്കറിയാം കേരളത്തിൽ ഇത്തരം വികസന കോർപ്പറേഷൻ ഉണ്ട്. ഏറ്റവും അവസാനം മുന്നോക്കക്കാർക്കും ഒരു കോർപ്പറേഷൻ വന്നു. ആ മുന്നോക്ക വികസന കോർപ്പറേഷൻ വന്നു ഒരു 2-3 വർഷം കഴിഞ്ഞില്ല. അതിനു മുമ്പേ നമുക്കറിയാം കോടിക്കണക്കിന് രൂപയാണ് നീക്കി വെച്ചിരിക്കുന്നത്. മുന്നോക്കക്കാര് അങ്ങ് പൈസ കൊടുത്തു 100% അവരെ സമ്പന്നനാക്കാനുള്ള ഒരു ധൃതി പിടിച്ചുള്ള നീക്കം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകൾ അതിന് ആവേശപരമായ തുടക്കം കുറിച്ചുകൊണ്ട് മുന്നോക്ക വികസന കോർപ്പറേഷൻ സ്ഥാപിച്ചു. പിന്നീട് നാം കണ്ടത് അവശ ക്രൈസ്തവ കോർപ്പറേഷൻ, പിന്നോക്ക വികസന കോർപ്പറേഷൻ, പട്ടികവർഗ കോർപ്പറേഷൻ. ഈ കോർപ്പറേഷൻ ഒന്നും കൊടുക്കാത്ത മുന്തിയ പരിഗണനയാണ് മുന്നോക്ക വികസന കോർപ്പറേഷൻ കൊടുത്തിരിക്കുന്നത്. എന്താണ്? മുന്നോക്ക വികസന കോർപ്പറേഷൻ മാത്രം ക്യാബിനറ്റ് റാങ്ക് കൊടുത്തിരിക്കുകയാണ്. നമുക്കറിയാം കേരളത്തിൽ ഏതാണ്ട് 30 ലക്ഷം രൂപ വേണം ഒരു ക്യാബിനറ്റ് റാങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് പ്രവർത്തിക്കുവാൻ. അത്രമാത്രം ചെലവുണ്ട്. അങ്ങനെ 30 ലക്ഷം രൂപ പ്രതിമാസം ചെലവഴിച്ചുകൊണ്ട് ഉദ്ധരിക്കേണ്ട ഒരു വിഭാഗമാണോ ഇവിടുത്തെ മുന്നോക്ക സമുദായങ്ങൾ? കരുതലെന്തേ നിങ്ങൾക്ക് ആദിവാസികളുടെ കാര്യത്തിൽ ഇല്ലാതെ പോയി? അതല്ലെങ്കിൽ കേരളത്തിലെ പട്ടികജാതിക്കാരുടെ കാര്യത്തിൽ ഇല്ലാതെ പോയി? പിന്നോക്കക്കാരന്റെ കാര്യത്തിൽ എന്തേ ഈ ആശങ്കയില്ലാതെ കരുതലില്ലാതായിപ്പോയി? ഇവിടെ നാം തിരിച്ചറിയണം, ഇവിടെ മുന്നോക്കക്കാരന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് കൊണ്ടുവന്ന് അവരുടെ പ്രശ്നം പരിഹരിക്കേണ്ടതാണ്. അതിനിവിടെ മുന്നോക്ക വികസന കോർപ്പറേഷൻ ഉണ്ട്. പക്ഷേ ആ മുന്നോക്ക വികസന കോർപ്പറേഷനിൽ കൂടി അവരുടെ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഇവിടെ സംവിധാനം നിലനിൽക്കുകയാണ്. ഇവിടെ ധൃതി പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ ഭരണഘടനയും അതേപോലെ ഭരണഘടനാ തത്വങ്ങളെയും ഈ രാജ്യത്തെ മണ്ണിൽ പണിയെടുക്കുന്നവന്റെയൊക്കെ അവന്റെ നെഞ്ചത്തടിച്ചുകൊണ്ട് നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും മനസ്സിലാക്കുക, ഇവിടെ ഈ കേരളത്തിലെ സമ്പത്തും വിഭവങ്ങളും ഇക്കാലം അത്രയും ഒഴുകിക്കൊണ്ടിരുന്നത് മുന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കണം. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ആ പദ്ധതികൾ ഒന്നൊന്നായി പരിശോധിക്കുമ്പോൾ നമുക്കിത് തിരിച്ചറിയാൻ പ്രിയമുള്ളവരെ, കേരളത്തിലെ ആദിവാസികൾക്ക് പട്ടികജാതിക്കാരന് ഒരു പുതിയ വീട് നിർമ്മിക്കുന്നതിന് 4 ലക്ഷം രൂപ വരെയാണ് കൊടുക്കുന്നത്. എന്താണ്? 4 ലക്ഷം രൂപ കൊണ്ട് അവൻ ഒരു വീട് പൂർത്തിയാക്കിയിരിക്കണം. അതിൽ കൂടുതൽ ഒരു നയാ പൈസ കൊടുക്കുന്നില്ല. പക്ഷേ ഇവിടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് കൊണ്ടുവന്നു. മുന്നോക്ക വിഭാഗങ്ങൾക്ക് വീടിന്റെ അറ്റകുറ്റപ്പണി ചെയ്യുന്നതിന്, വീട് മെയിൻ്റെനൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപയാണ് അനുവദിച്ചത് കേരള സർക്കാർ. എന്താണ്? മുന്നോക്കക്കാരന് വീട് മെയിൻ്റെനൻസ് ചെയ്യാൻ 10 ലക്ഷവും പിന്നോക്കക്കാരനും അതിന് താഴോട്ടുള്ളവനും വീട് നിർമ്മിക്കുന്നതിന് 4 ലക്ഷം രൂപയും. ഇതാണ് ഇടതുപക്ഷ വിപ്ലവം എന്ന് പറയുന്നത്. ഈ വിപ്ലവത്തിന്റെ പേരിലാണ് ഈ വരുന്ന ത്രിതല പഞ്ചായത്തിൽ അവര് വോട്ട് പിടിക്കാൻ വരുന്നത്. ഈ നാട്ടിലെ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ, പിന്നോക്കക്കാരുടെയും അതേപോലെ ഇവിടുത്തെ ദളിതന്റെയും ആദിവാസികളുടെയും നിരവധി ആൾക്കാരുണ്ട്. അവരെ പൊട്ടന്മാരാക്കുന്ന പദ്ധതി ഇട്ടുകൊണ്ട് മുന്നോക്കക്കാരെ വീണ്ടും മുന്നോക്കക്കാരായി തന്നെ നിർത്തുന്ന ഒരു പദ്ധതിയും കൊണ്ടുവരുമ്പോൾ പിന്നോക്കക്കാരന്റെ വളർച്ച ഇവിടെ പടവലങ്ങ പോലെയാണ്, കീഴ്പോട്ടാണ്. താഴോട്ട് വളർന്ന് ഇന്ന് ഭൂമിയില്ല.